പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് നാളെ ജൂൺ 27 ഉച്ചക്ക് 12 മണിക്ക് വരുമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഏത് സമയത്തും വരാനും സാധ്യതയുണ്ട്, അതിന്റെ പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജൂൺ 27 ആണ് അലോട്ട്മെന്റ് വരിക. ചിലപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ വന്നുകൂടായില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അങ്ങനെ നാളെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെന്റിലെ അലോട്ട്മെന്റ് കിട്ടാതെ ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾ 135 രൂപയും മറ്റു വിദ്യാർത്ഥികൾ 540 രൂപയുമാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അങ്ങനെ മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, അഡ്മിഷനുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കാം. അതിൽ തന്നെ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക, പെർമനന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഡ്മിഷനെ പിന്നീടുള്ള അഡ്മിഷനെ ബാധിക്കും, പിന്നീടുള്ള അലോട്ട്മെന്റിനെ ബാധിക്കുമോ, കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് തടസ്സമാകുമോ എന്നൊക്കെ വിചാരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അത് തന്നെ ഇതിൽ അലോട്ട്മെന്റ് ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞു വെക്കുന്നത്, സെക്കൻഡ് അലോട്ട്മെന്റ് 27 വരും. 27 വന്നു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ നടത്തുക, മാൻഡേറ്ററി ഫീ അടക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾ പിന്നീട് മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്താ പറയുന്നത്, പെർമനന്റ് അഡ്മിഷൻ അറ്റ് ദ കോളേജ് പറയുന്നത് പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്നാണ്. ബൈ ഓൾ ദ കാൻഡിഡേറ്റ്സ് റിസീവ്ഡ് അലോട്ട്മെന്റ് അപ് ടു സെക്കൻഡ് അലോട്ട്മെന്റ്. സെക്കൻഡ് അലോട്ട്മെന്റ് വരെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നതിന് 3 തരം വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ തരം വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. അവർക്ക് തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട വരുമ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ അവർക്ക് പുതിയ സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് മാറാനുള്ള അവസരമുണ്ട്. ഇനി മറ്റൊരു കൂട്ടർ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചിട്ടില്ല, എന്നാൽ മറ്റേതോ ഓപ്ഷൻ ലഭിച്ചു, 2, 3, 4, 5, 10, 20 ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻ ലഭിച്ചു. ആ ഓപ്ഷനിൽ ആ വിദ്യാർത്ഥി തൃപ്തികരമാണ്. അങ്ങനെ ആ വിദ്യാർത്ഥി എന്ത് ചെയ്ത് ഹയർ ഓപ്ഷൻ എല്ലാം ഡിലീറ്റ് ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ ഇത് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ഹയർ ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്തു. ആ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. അവർക്ക് തേർഡ് അലോട്ട്മെന്റ് ഇല്ല. മറ്റു കമ്മ്യൂണിറ്റി കോട്ട, മറ്റു അലോട്ട്മെന്റുകളൊക്കെ ഉണ്ട്, മാനേജ്മെന്റ് കോട്ട, അതൊക്കെ അവർക്ക് മുന്നിൽ ഉണ്ട്. ഇനി മൂന്നാമത്തെ തരം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ല എന്ന് പറയാം. 10ാമത്തെ ഓപ്ഷൻ കിട്ടി, അത് എനിക്ക് തൃപ്തികരമല്ല, എനിക്ക് അതിന് മുന്നിലുള്ള മറ്റേതോ ഓപ്ഷൻ വേണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, അവർക്ക് അതിന് മുന്നിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഹയർ ഓപ്ഷനുകൾ ഭാഗികമായിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്ത് കുറച്ച് ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിക്കൊണ്ട് കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യുക, പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കുട്ടി പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ആ കുട്ടിക്ക് തേർഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജ് ലഭിച്ചോ, അപ്പോൾ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം, തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് ലഭിച്ചാൽ ആ കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ട് ചേരണം. അതോടുകൂടി ആദ്യം ചേർന്ന കോളേജിൽ നിന്നും എന്ത് ചെയ്ത് ഔട്ടായി. ഉദാഹരണത്തിന് ഞാൻ EMA കോളേജിൽ BA എക്കണോമിക്സിന് അഡ്മിഷൻ എടുത്തു. എൻ്റെ 10ാമത്തെ ഓപ്ഷനായിരുന്നു EMA കോളേജ്. അങ്ങനെ തേർഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ എൻ്റെ 5ാമത്തെ ഓപ്ഷനായിട്ടുള്ള PSMO കോളേജിലെ BA എക്കണോമിക്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ എന്ത് ചെയ്യണം, EMA കോളേജിൽ പോയി TC വാങ്ങി എന്ത് ചെയ്യാം, പുതിയ കോളേജിലേക്ക് മാറണം, PSMO കോളേജിലേക്ക് മാറണം. പിന്നെ എനിക്ക് EMA കോളേജ് ഉണ്ടാവില്ല. തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറൽ നിർബന്ധമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മറ്റൊരു സംശയം, ഞാൻ അടച്ച ഫീസ് എന്താകുമെന്ന്. നമ്മൾ അടച്ച ഫീസ് എന്ത് ചെയ്യും, തിരിച്ച് ലഭിക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.